ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഏർലി ഹ്യൂമൻ ലൈഫ്. അതായത് നമ്മൾ പണ്ട് കാലത്തെ മനുഷ്യന്മാരെ പറ്റി പഠിക്കാൻ പോവാണ്. അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, എവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെ ചെയ്താണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പാലിയോളിത്തിക് ഏജ് ആണ്. പാലിയോളിത്തിക് കാലഘട്ടത്തില് ആ സമയത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ വസ്ത്രധാരണ എങ്ങനെയായിരുന്നു, അവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിച്ചെന്നുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്, പാലിയോളിത്തിക് ഏജിൽ വരുന്നത്. ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിഡൻസ് ഫോർ ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓഫ് ഏർലി ഹ്യൂമൻ. അതായത് പഴയ മനുഷ്യര് ടെക്നോളജിക്കലി കുറച്ചും കൂടി പുരോഗമനം വന്നിരുന്നു. എന്ത് പ്രോഗ്രസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്ത് എഴുതും? പാലിയോളിത്തിക് മനുഷ്യർ സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ കാര്യമാണ്. സ്റ്റോൺ വെച്ചിട്ട് കുറെ പ്രതിമകൾ ഉണ്ടാക്കുമായിരുന്നു, സ്റ്റാറ്റ്യൂസ് നിർമ്മിക്കുമായിരുന്നു. അതേപോലെ തന്നെ ക്ലേ ഉപയോഗിച്ച് ഹ്യൂമൻ ഫിഗേഴ്സ് മോൾഡ് ചെയ്തെടുക്കും. അതായത് കളിമണ്ണ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഹ്യൂമൻ ഫിഗേഴ്സ് അവർ നിർമ്മിക്കുമായിരുന്നു. നെക്സ്റ്റ് നോക്കി എന്താ പറയുന്നത്, വെസൽസ് വേർ വോൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ എന്ന് പറഞ്ഞാല് ആ സമയത്ത് അവര് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടായിരുന്നു? മരത്തിന്റെ തൊലി കൊണ്ടായിരുന്നു ആ സമയത്ത് എന്തുണ്ടാക്കിയിരുന്നേ? പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് അവരെന്താണ്, കേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഹകളിലും റോക്കുകളിലൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു? പിക്ചേഴ്സ്, ചെറിയ പിക്ചേഴ്സ് വരച്ചിടുമായിരുന്നു. എന്തുപയോഗിച്ചിട്ട്? ആ സമയത്ത് ഉണ്ടായിരുന്ന ബോൺസുകള്, എല്ലുകള്, ഹോൺസ്, കൊമ്പുകള്, ഇതെല്ലാം ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുമായിരുന്നു? ഈ കേവ്സിലെല്ലാം ചെറിയ പിക്ചേഴ്സ് വരച്ചിടുമായിരുന്നു. പിന്നെ ഈ സമയത്ത് അവിടെയുള്ള ആളുകളുടെ ഓർണമെന്റ്സ്, നമ്മളിപ്പോ കാണുന്ന പോലെ ഗോൾഡോ ഡയമണ്ടോ അങ്ങനത്തെ ഓർണമെന്റ്സ് ഒന്നല്ല അവർ ഉപയോഗിച്ചിരുന്നത്. അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ് എന്ന് പറയുന്നത് ഐവറി, ആനക്കൊമ്പ്, അതുപോലെ ഈ ബോൺസുകൾ, എല്ലുകൾ വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് ഇടും. സ്റ്റോൺസ്, കല്ലുകൾ വെച്ചിട്ടുള്ളത്, ഷെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷെൽസ് വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെയാണ് ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഏതൊക്കെ ഓർണമെന്റ്സ് ഉപയോഗിച്ചിരുന്നേ? ഐവറി, ബോൺസ്, സ്റ്റോൺസ്, ഷെൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവർ ആ സമയത്ത് ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഉപകരണമായിട്ട് ഉപയോഗിച്ചിരുന്ന ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഓടക്കുഴലാക്കിയിരുന്നത് അവര് വലിയ ബോൺസ് എടുത്തിട്ട് അതില് ഹോൾസ് നിർമ്മിച്ചിട്ടാണ് അവർ എന്തുണ്ടാക്കിയിരുന്നത്? ഫ്ലൂട്ട് ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇത്രയുമാണ് പാലിയോളിത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് നിർമ്മിക്കുമായിരുന്നു, ക്ലേയിൽ നിന്ന് ഹ്യൂമൻ ഫിഗേഴ്സ് മോൾഡ് ചെയ്യുമായിരുന്നു, അതേപോലെ തന്നെ ബാർക്ക് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരുന്നേ? വെസൽസ് ഉണ്ടാക്കിയിരുന്നെന്ന് പറഞ്ഞു. പിക്ചേഴ്സ് വരച്ചിരുന്നു. പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്? ബോൺസും ഹോൺസും ആണ്. ഇനി ഓർണമെന്റ്സ് ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്? ഐവറി, ബോൺ, സ്റ്റോൺ, ഷെൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇൻസ്ട്രുമെന്റ്, ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയത്? ബോൺസ് യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്? പഴയ മനുഷ്യരുടെ, ഏർലി ഹ്യൂമന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഏജ് ആണ് മെസോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ മെസോളിത്തിക് ഏജിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം? ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ മെസോളിത്തിക് ഏജ്? മെസോളിത്തിക് കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുടെ ജീവിത രീതിയിൽ എന്ത് സവിശേഷതയാണുള്ളത്, എന്ത് ഫീച്ചേഴ്സ് ആണുള്ളത്? അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? നമ്മുടെ പാലിയോളിത്തിക് മനുഷ്യര് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരായിരുന്നു അല്ലെ. ഈ മെസോളിത്തിക് കാലഘട്ടം ആയപ്പോഴേക്കും ഈ മനുഷ്യർ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് എന്താ പറയാ, ഒരു സ്ഥലത്ത് സെറ്റിൽ ലൈഫ് ആരംഭിക്കുകയാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് എങ്ങനെ ആരംഭിക്കുന്നു? സെറ്റിൽ ലൈഫ് ആരംഭിക്കുകയാണ്. രണ്ടാമത്തത്, ബോ ആൻഡ് ആരോ വേർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. അവർ കൂടുതലായിട്ടും വേട്ടയാടാനായിട്ട് എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? അമ്പും വില്ലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനു മുന്നേ വരെ അവരെങ്ങനെയായിരുന്നു മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടാവുക? വലിയ കമ്പുകള്, അല്ലെങ്കിൽ കൂർത്ത മനകളുള്ള കല്ലുകള്, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് അവർ എന്ത് ചെയ്തിരുന്നേ? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നേ. എന്നാൽ ഈ ഒരു കാലഘട്ടമായപ്പോഴ്, മെസോളിത്തിക് കാലഘട്ടമായപ്പോഴ് നമ്മുടെ മനുഷ്യർ എന്ത് ഉപയോഗിച്ചു എന്നാ പറയണത്? ബോ ആൻഡ് ആരോ, അമ്പും വില്ലും ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, എക്സാമിന് വേണമെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വന്നേക്കാം. നമ്മുടെ മനുഷ്യർ എന്നാണ് അമ്പും വില്ലും ഉപയോഗിച്ച് തുടങ്ങിയത്, ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിക്കും. ഏത് കാലഘട്ടത്തിലാ? മെസോളിത്തിക് ഏജിലാണ്. നെക്സ്റ്റ്, വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽ ഫ്രം അഫാർ എന്ന് പറഞ്ഞാല് ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടി. അതിനു മുന്നേ വരെയും അവരെങ്ങനെയാണ്? നമ്മൾ തൊട്ടടുത്ത് വരുന്ന മൃഗങ്ങളെ മാത്രം അവർക്ക് വേട്ടയാടാൻ പറ്റുള്ളൂ. ഈ ഒരു മെസോളിത്തിക്
തുടങ്ങിയത് മെസോളിത്തിക് കാലഘട്ടത്തിലാണ്. പിന്നെ ലോഗ്സ് were tied together and used for navigation. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയ്ക്കായിട്ട് ചങ്ങാടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മരത്തടികളൊക്കെ കൂട്ടി വെച്ചിട്ട് ചങ്ങാടം ഉണ്ടാക്കി അത് യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? മെസോളിത്തിക് ഏജ് ആണ്. പിന്നെ ഈ കാലഘട്ടത്തിലാണ് അവരുടെ കയ്യിലുള്ള ഭക്ഷണം, ടൂൾസ്, ഓർണമെന്റ്സ് ഇതൊക്കെ മറ്റുള്ള മനുഷ്യരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്, കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു മെസോളിത്തിക് ഏജിലാണ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? അതിന് മുന്നേ വരെയും അവർക്ക് വേണ്ടത് എന്താണോ അത് അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കഴിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടായിരുന്നത്. ആരുമായിട്ടും ഷെയർ ചെയ്യുന്ന ഒരു ശീലം പാലിയോളിത്തിക് മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ മെസോളിത്തിക് കാലഘട്ടമായപ്പോഴും അവരുടെ കയ്യിലുള്ള ഭക്ഷണം, ഓർണമെന്റ്സ്, അതുപോലെ ആയുധം, ടൂൾസ് ഇതെല്ലാം മറ്റുള്ള മനുഷ്യരുമായിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, അതായത് നമ്മുടെ നായകളെയൊക്കെ എന്താണ് ഇണക്കി വളർത്താൻ തുടങ്ങി. നായകളൊക്കെ അവർ ഇണക്കി വളർത്താൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? മെസോളിത്തിക് ഏജിലാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ മെസോളിത്തിക് ഏജ്? മെസോളിത്തിക് ഏജിലെ മനുഷ്യരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ്? സെറ്റിൽ ലൈഫ് ആരംഭിച്ചു. നിർബന്ധമായിട്ട് വരുന്ന പോയിന്റ് ആണ്. സെറ്റിൽ ലൈഫ് ആരംഭിച്ചു. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് അവർ ഫുഡും ടൂൾസും ഓർണമെന്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ പഠിച്ചു. അവരൊരു എന്താണ് അമ്പും വില്ലുമാണ് കൂടുതലായിട്ട് അവർ എന്തിനു യൂസ് ചെയ്തേക്കണത്? ഹണ്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചേക്കണത്. ഇത്രയും ഉള്ള സിമ്പിൾ ആണ് മെസോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏജ് ആണ് എന്ന് പറയുന്നത് നിയോളിത്തിക് ഏജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജ് ആണ് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് മാറ്റങ്ങള് മനുഷ്യർക്ക് ടെക്നോളജിക്കലി, അതായത് സാങ്കേതികപരമായിട്ട് ഒരുപാട് പ്രോഗ്രസ് മനുഷ്യർക്ക് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഏറ്റവും കൂടുതൽ ഭാഗമാണ് കേട്ടോ നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോളിത്തിക് ഏജ്? നിയോളിത്തിക് ഏജില് എന്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ഉണ്ടായത്? ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു 6 പോയിന്റ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നോക്കി എന്താണ്? വുഡൻ ഹാൻഡിൽ, സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെർ യൂസ്ഡ്. അതായത് ഈ സമയത്ത് എന്താണ് മരം കൊണ്ട് നിർമ്മിച്ച അരിവാളും കോടാലിയും ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തെ പറയുന്നത് അവര് പോട്രി നിർമ്മിക്കാൻ, കലം നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ച ആ വീൽ ഉണ്ടാവുമല്ലോ, ആ വീലും എന്തുകൊണ്ട് നിർമ്മിച്ചത് തന്നെയായിരുന്നു? വുഡൻ വീൽസ് ആയിരുന്നു. ഓക്കെ, കലം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ വീലും എന്തുകൊണ്ട് ഉപയോഗിച്ചേക്കണാണ്? വുഡൻ വീൽ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇവിടെയും അവർ ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഏതൊക്കെ തന്നെയാണ്? സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. അതായത് കല്ല്, അതുപോലെ എന്താണ് മരക്കഷ്ണം, മരത്തടി, ബോൺ, എല്ല്, അല്ലെ? ഇതൊക്കെയാണ് ഈ സമയത്ത് ആളുകള് ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നേ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അതായത് ചാട്ടുളി എന്നൊക്കെ പറയും. ഇതാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നമ്മൾക്ക് ഫിഷിംഗ്, അതായത് നമുക്ക് മീൻ പിടിക്കാനായിട്ട് ഒരു ഹാർപൂൺസ് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ ആയപ്പോഴാണ് അവർ എന്ത് ചെയ്തത്? ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. നല്ല കൂർത്ത അതുപോലെ പോളിഷ് ചെയ്ത സ്റ്റോണിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ക്ലേ വെച്ച് അവർ പോട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങി, കലം നിർമ്മിക്കാൻ തുടങ്ങി. ക്ലേ വെച്ച് അവർ വലിയ കലങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നെ റാഫ്റ്റ് വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ചങ്ങാടം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് പ്ലൗഷെയർ ആയാലും സ്പീഡ് ആയാലും തൂമ്പയായാലും കലപ്പയായാലും ഇതെല്ലാം ആ സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു മെറ്റലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അവര് കൂടുതലായിട്ടും ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? മരം വെച്ചിട്ടാണ്, മരക്കഷ്ണം വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ഈ സമയത്തുള്ള ആളുകള് എങ്ങനെയാണ് ക്ലോത്ത് നിർമ്മിച്ചിരുന്നത് അവർ പറയുന്നത്? ക്ലോത്ത് വോവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വാസ് സ്യൂവൺ യൂസിങ് നീഡിൽ ഫാഷൻ ഫ്രം ബോൺ. എന്ന് പറഞ്ഞാല് അവർ ഈ സമയത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ തുന്നാനായിട്ട് ആ സമയത്ത് സൂചിയൊന്നുമില്ല. അപ്പൊ അവരതിനു വേണ്ടി ചെയ്തിരുന്നത് ബോൺസ്, എല്ലുകൾ എടുത്തിട്ട് ആ എല്ലാണ് എന്തായിട്ട് യൂസ് ചെയ്തേക്കണത്? സൂചിയായി ഉപയോഗിച്ചേക്കണത്. ഓക്കെ, ക്ലോത്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ബോൺ യൂസ് ചെയ്താണ് എന്താ സ്യൂവിങ് ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഈ ബോൺസ് ആയിരുന്നു എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിയോളിത്തിക് ഏജിലാണ് മനുഷ്യർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കണേ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണ് ഇതെന്ന് പറയുന്നത് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് പറഞ്ഞേക്കണത്?
അവിടുത്തെ ആക്സിസും സിക്കിളും എന്തായിരുന്നു, വുഡൻ ഹാൻഡിൽഡ് ആയിരുന്നു. അതുപോലെ തന്നെ പോട്ടറി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വീലും എന്തുതന്നെയായിരുന്നു, മരക്കഷ്ണം കൊണ്ടുള്ളതായിരുന്നു. ഫിഷിങ്ങിന് വേണ്ടി ഹാർപൂൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ക്ലേ ഉപയോഗിച്ച് ബോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എന്താ ഉപയോഗിച്ചത്, റാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്തായിരുന്നു, ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ട് ബോൺ വെച്ചാണ് എന്ത് ചെയ്തിരുന്നത്, തുന്നിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റത്തെ ഏജ് ആണ് നമ്മുടെ ഏത് ഏജ് എന്ന് പറയുന്നത്, ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യർക്ക് ഏറ്റവും ഒരു മാറ്റം ഉണ്ടായ ഒരു കാലമാണ് ചാൽക്കോളിത്തിക് ഏജ്. ഇത്രയും നാൾ നമ്മുടെ മനുഷ്യർ സ്റ്റോൺസ്, വുഡ് അല്ലെ, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടായിരുന്നു അവരുടെ എല്ലാ കളികളും അല്ലെ. അവരെന്താണ് ഈ മൃഗങ്ങളെ പിടിക്കാനായാലും അവരും ഈ സ്റ്റോൺസ് എന്ത് ചെയ്യും, ഷാർപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതേപോലെ വുഡ് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇപ്പൊ വീൽസ്, ഒരു പ്ലഷർ ഉണ്ടാക്കാനായാലും സ്പീഡ് ഉണ്ടാക്കാനായാലും എന്ത് ഉണ്ടാക്കാനായാലും അവർ യൂസ് ചെയ്യുന്ന വുഡായിരുന്നു അല്ലെ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വുഡിൽ നിന്നെല്ലാം മാറി മനുഷ്യർ ഈ സ്റ്റോണിൽ നിന്നെല്ലാം മാറി മനുഷ്യർ ഏത് കാലത്തേക്ക് വരെയാണ്, മെറ്റൽ ഏജിലേക്ക് വരെയാണ്. ഏത് ഏജിലേക്ക് വരെയാണ്, മെറ്റൽ ഏജിലേക്ക് വരെയാണ്. അതായത് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ നിന്ന് മാറി മനുഷ്യര് മെറ്റൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലമാണ് ഏതെന്ന് പറയുന്നത്, ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്, നമ്മുടെ മനുഷ്യര് സ്റ്റോണിൽ നിന്നൊക്കെ മാറി മെറ്റൽ യൂസ് ചെയ്ത കാലമാണ് ചാൽക്കോളിത്തിക് ഏജ്. ഇവിടെ നിന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. നമ്മുടെ മനുഷ്യരുടെ ട്രാൻസ്ഫോർമേഷൻ ചോദിക്കും. സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലോട്ട് മാറിയ കാലഘട്ടത്തെ എന്താണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ എന്താ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റുക, ചാൽക്കോളിത്തിക് ഏജ് ആണ്. ഓക്കെ, ഇനി അവർ സ്റ്റോൺ ടൂൾസിന് പകരം ഈ സമയത്ത് അവർ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, ടൂൾസ് യൂസ് ചെയ്യുന്ന തുടങ്ങി. ശ്രദ്ധിക്കുക, അവർ ഏത് ടൂൾസ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, കോപ്പർ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം, സ്റ്റോൺ ഏജിൽ നിന്ന് എങ്ങനെയുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്, മെറ്റൽ ഏജിലോട്ടുള്ള ട്രാൻസിഷൻ പീരീഡ് ആണെന്ന് ആലോചിക്കുക. രണ്ടാമത്തെ പോയിന്റ്, മെറ്റൽ എന്ന് പറയുമ്പോൾ അവർ എന്താണ് ഉപയോഗിച്ചത്, ഏത് ടൂൾസ് ആ യൂസ് ചെയ്തത്, കോപ്പർ ടൂൾസ് ആണ് ഈ സമയത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ചാൽക്കോളിത്തിക് ഏജിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം, ഈ പറഞ്ഞ 2 പോയിന്റ്സും വൃത്തിയായിട്ട് എഴുതിയ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാവുന്ന ചാൻസ്, ചാൽക്കോളിത്തിക് ഏജില് 2 സൈറ്റുകൾ പറയുന്നുണ്ട്. നമുക്ക് ഈ സ്ഥലങ്ങൾ കാണുന്ന ചാൽക്കോളിത്തിക് ഏജ് കാണുന്ന മേജർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. 2 സൈറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് തുർക്കിയിലുള്ള കാറ്റൽ ഹൈക്കാണ്. കാറ്റൽ ഹൈക്ക് കേട്ടോ, തുർക്കിയിലുള്ള ഈ സ്ഥലമാണ് കാറ്റൽ ഹൈക്ക് ആണ് ചാൽക്കോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാറ്റൽ ഹൈക്ക് ഇൻ തുർക്കി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം, ചാൽക്കോളിത്തിക് ഏജിനെ പറ്റി നമുക്ക് എവിഡൻസ് കിട്ടിയത് ഏത് സ്ഥലത്തു നിന്നാണെന്ന് പറയാം, തുർക്കിയിലെ കാറ്റൽ ഹൈക്കിൽ നിന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇവിടെ എങ്ങനെയായിരുന്നു പറയണത്, അർബൻ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു പറയണത്, അൻഷ്യൻ ഫോംസ് ഓഫ്, പണ്ട് കാലത്ത് നിലനിന്നിരുന്ന അർബൻ സെറ്റിൽമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഇവിടെ കാണുന്ന എന്തിന്റെയൊക്കെയാണ് റെമനൻസ് കിട്ടിയത്, അവശിഷ്ടങ്ങൾ. ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തിന്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് കിട്ടിയേക്കണത്, നമ്മുടെ പാർപ്പിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്ന ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഹട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്, കുടിലുകൾ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, മഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ചെളിക്കട്ടകൾ യൂസ് ചെയ്തിട്ടാണ് ആ സമയത്ത് ഹട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീറ്റ്, ബാർലിയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ, വീറ്റും ബാർലിയും ധാന്യങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹട്ടിന്റെ വാൾസിലൊക്കെ, ചുമരുകളിലൊക്കെ നമുക്ക് പിക്ചേഴ്സ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും ആ സ്ഥലത്ത് എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, ചാൽക്കോളിത്തിക് ഏജിന്റെ മേജർ സൈറ്റ് ആണ് എന്ന് പറയുന്നത് കാറ്റൽ ഹൈക്ക് ഇൻ തുർക്കി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എഴുതേണ്ടത് എവിടത്തെ എന്തിന്റെ സൈറ്റ് ആണെന്ന് എഴുതേണ്ടത്. എന്തിന്റെ സൈറ്റാ, ചാൽക്കോളിത്തിക് ഏജിന്റെ സൈറ്റ് ആണെന്ന് എഴുതാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ എങ്ങനത്തെ സെറ്റിൽമെന്റ് നിലനിൽക്കുന്നുണ്ട്, അർബൻ സെറ്റിൽമെന്റ് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ സെറ്റിൽമെന്റ് നിലനിൽക്കുന്നത്, അർബൻ സെറ്റിൽമെന്റ് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എഴുതേണ്ടത് ഇവിടെ നിന്ന് ഡ്വെല്ലിങ്സിന്റെ, പാർപ്പിടങ്ങളുടെ ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് മഡ് ബ്രിക്സ് യൂസ് ചെയ്തായിരുന്നു അവർ എന്ത് നിർമ്മിച്ചിരുന്നേ, ഹട്ട് നിർമ്മിച്ചിരുന്നേ. ഈ ഹട്ടിന്റെ വാൾ, ചുമരുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വീറ്റും ബാർലിയുടെ ഒക്കെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ സൈറ്റ്. രണ്ടാമത്തെ സൈറ്റ് അപ്പൊ എന്താണെന്ന് നോക്കിയേ. രണ്ടാമത്തെ
സൈറ്റ് മെഹർഗർഹിൻ ബാലുചിസ്ഥാൻ ആണ്. നെക്സ്റ്റ് സൈറ്റ് ഏതാണ്? മെഹർഗർഹിൻ ബാലുചിസ്ഥാൻ ആണ്. മെഹർഗർഹിൻ ബാലുചിസ്ഥാൻ ആണ്. ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് ഏതെഴുതാം? ചാൽക്കോളിത്തിക് സൈറ്റ് ആണെന്ന് എഴുതാം അല്ലെ. മെഹർഗർഹിൻ ബാലുചിസ്ഥാനും എന്ത് തന്നെയാണ്? ചാൽക്കോളിത്തിക് സൈറ്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് വീറ്റും ബാർലിയും അവർ കൃഷി ചെയ്തിരുന്നു. ഓക്കെ, വീറ്റും ബാർലിയും അവർ കൃഷി ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഹൗസസ്, വീടുകളും അടുപ്പുകളും, ഓവൻസും, വീടുകളാണെങ്കിലും അടുപ്പുകളാണെങ്കിലും ഈ സ്ഥലത്ത് എന്ത് വെച്ചാണ് നിർമ്മിച്ചിരുന്നത്? മഡ് ബ്രിക്സ് വെച്ചാണ്, ചെളിക്കട്ട വെച്ചാണ് ആ സമയത്ത് നിർമ്മിച്ചിരുന്നത്. അതേപോലെ തന്നെ ആ സമയത്തുള്ള ആളുകള് പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്ന തെളിവും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് പോട്ടേഴ്സ് വീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? കലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ചക്രത്തെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് പോട്ടേഴ്സ് വീൽ എന്ന് പറയുന്നേ. അതും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഒരു 3 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തെ എന്താ എഴുതേണ്ടത്? ചാൽക്കോളിത്തിക് സൈറ്റ് ആണെന്ന് എഴുതാ. രണ്ടാമത് വീറ്റും ബാർലിയും കൃഷി ചെയ്യുന്നുണ്ടെന്ന് എഴുതാ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് എന്തിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്? വീടിന്റെ അവശിഷ്ടവും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവൻസ്, അടുപ്പിന്റെ അവശിഷ്ടവും കിട്ടിയിട്ടുണ്ട്. ഇനി പോട്ടേഴ്സ് വീലിന്റെയും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന സൈറ്റ്. ചാൽക്കോളിത്തിക് സൈറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാറ്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരും. ചിലപ്പോ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ആണ്. നമ്മൾ ഈ പഠിച്ച ഓരോ സൈറ്റിന്റെയും എന്താണ്, എവിടെയാണ്, ഏത് സൈറ്റ് ആണ് കാണുന്നത് എന്നൊക്കെ പഠിക്കാനുണ്ടായിരിക്കും. എക്സാമ്പിൾ പഠിക്കാനുണ്ടായിരിക്കും. ഇപ്പൊ നിയോളിത്തിക് സൈറ്റ് കാണുന്ന സ്ഥലം, മെസോളിത്തിക് സൈറ്റ് എവിടെയാണ് കാണുന്നത് പഠിക്കാനുണ്ടായിരിക്കും. അതൊന്ന് പഠിച്ചു വെച്ചോണം. അതും സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. പാലിയോളിത്തിക് കേസ് എന്ന് പറയുമ്പോൾ അത് എവിടെയാ കാണാൻ പറ്റുന്നത്? എക്സാമ്പിൾ ആയിട്ട് ബീം ബേക്കൽ കാണാം. ഓക്കെ, അവിടെ കാണാം, ബീം ബേക്കൽ കാണാം. മെസോളിത്തിക് ഏജ് ആണെങ്കിൽ ബാഗോറിൽ കാണാം. എവിടെയാണ്? ബാഗോറിൽ. ഇനി നിയോളിത്തിക് ഏജ് ആണെങ്കിൽ അത് എടക്കൽ കേവിൽ കാണാൻ പറ്റും. നിയോളിത്തിക് ഏജിന്റെ തെളിവുകൾ എവിടെയുണ്ട്? എടക്കലുണ്ട്. ചാൽക്കോളിത്തിക് ഏജ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചോളൂ. എവിടെ കാണാം? കാറ്റൽ ഹൈക്ക് ആണ് സൈറ്റ് എന്ന് പറയുന്നത്. പാലിയോളിത്തിക് ഏജിന്റെ സൈറ്റ് ഏതാണ്? ബീം ബേക്ക് ആണ്. മെസോളിത്തിക് ഏജിന്റെ ഏതാണ്? ബാഗോർ ആണ്. നിയോളിത്തിക് ഏജിന്റെ ഏതാണ്? എടക്കലാണ്. ഇനി ചാൽക്കോളിത്തിക് ഏജിന്റെ ഏതാണ്? കാറ്റൽ ഹൈക്ക് ആണ്. ഇതിലെ നിയോളിത്തിക് ഏജ് ആണ് എപ്പോഴും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ്. നിയോളിത്തിക് ഏജ് കാണുന്ന ഏതെങ്കിലും ഒരു സൈറ്റ് എഴുതാൻ ചോദിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ഏത് സൈറ്റ് ആണ്? എടക്കലാണ് ആ സൈറ്റ് കേട്ടോ. പാലിയോളിത്തിക് ഏജ് ആണെങ്കിൽ ബിംബേക്ക, മെസോളിത്തിക് ഏജ് ആണെങ്കിൽ ബാഗോർ, നിയോളിത്തിക് ഏജ് ആണെങ്കിൽ എടക്കൽ, കാറ്റൽ ഹൈക്ക് ആണെങ്കിൽ ചാൽക്കോളിത്തിക് ഏജ് ആണെങ്കിൽ കാറ്റൽ ഹൈക്ക്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. ഓരോ ഏജിന്റെയും ഫീച്ചേഴ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത് മാത്രമേ എക്സാമിന് ചോദിക്കാറുള്ളൂ. അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓരോ ഫീച്ചറും കാണുന്നെങ്കിൽ ഓരോ ഏജിന്റെയും ഒരു സൈറ്റ് പഠിച്ചു വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറ് ചാൽക്കോളിത്തിക് ഏജിന്റെ സൈറ്റ് ആണ്. ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജുകൾ ഏതൊക്കെയാണ്? ആദ്യം പാലിയോളിത്തിക് ഏജ്, പിന്നെ മെസോളിത്തിക് ഏജ്, പിന്നെ നിയോളിത്തിക് ഏജ്, പിന്നെ ചാൽക്കോളിത്തിക് ഏജ്. 4 ഏജ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പാലിയോളിത്തിക് ഏജ് കഴിയുമ്പോൾ എന്ത് പ്രോഗ്രസ് ആണ് മനുഷ്യർക്ക് ഉണ്ടായെന്നുള്ളത് മെസോളിത്തിക് ഏജിൽ വരുന്നു. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി പ്രോഗ്രസ്സിൽ ഏത് ഏജ് വരുന്നു? നിയോളിത്തിക് ഏജ് വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോൺ ഏജിൽ നിന്നൊക്കെ മാറി മെറ്റൽ ഏജിലോട്ട് എത്തുന്ന ഏത് ഏജിലാണ്? ചാൽക്കോളിത്തിക് ഏജിലാണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് പഠിക്കുക, സൈറ്റുകളുടെ പേര് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.